ഹായ് ഓൾ, വെൽക്കം ടു സൈലം ഗുരു. ഇന്ന് നമുക്ക് കഴിഞ്ഞ 10 വർഷങ്ങളിലായി കേറ്റഡ് കാറ്റഗറി 1 and 2 പരീക്ഷകളിൽ ചോദിച്ച ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. സോ പരീക്ഷ അടുത്തിരിക്കുകയാണ്. മാക്സിമം നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കൊരു കാര്യം ചെയ്യാം. മാത്തമാറ്റിക്സിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കേറ്റഡ് 1 ആൻഡ് കേറ്റഡ് 2 രണ്ട് പരീക്ഷകളിലും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് എടുത്തിട്ട് വന്നിട്ടുള്ളത്. എല്ലാവരും തന്നെ ക്ലാസ് അവസാനം വരെ കാണുക. പ്രധാനപ്പെട്ട പരീക്ഷകളിൽ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം. ഈ ക്വസ്റ്റ്യൻ കേറ്റഡ് 1 എക്സാമിന് 2023 തൊട്ട് മുൻപ് കഴിഞ്ഞ ഡിസംബർ 2023 കഴിഞ്ഞ കേറ്റഡ് കാറ്റഗറി 1 പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യമാണിത്. 8200 എന്ന സംഖ്യ ഒരു പൂർണ്ണവർഗമാകാൻ അതിനോട് കൂട്ടാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. പൂർണ്ണവർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? പൂർണ്ണവർഗം എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ? ഇപ്പോൾ 25 എന്ന് പറയുന്നത് എന്താ? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 5 × 5 ആണ് 25. അതുപോലെ 64 അല്ലേ? 64 എന്താണ്? ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പറാണ്. സോ അതുപോലെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താ? പെർഫെക്റ്റ് സ്ക്വയർ ആവാൻ, പൂർണ്ണവർഗമാകാൻ ഈ ഒരു 8200 ഏത് സംഖ്യയാണ് കൂട്ടേണ്ടതെന്ന് 4 ഓപ്ഷനും തന്നിട്ടുണ്ട് അല്ലേ? അപ്പം നമ്മളിവിടെ ആദ്യം പഠിക്കേണ്ട കാര്യം, ഒരു പൂർണ്ണവർഗ സംഖ്യയുടെ അക്കങ്ങളുടെ തുക എല്ലായ്പ്പോഴും 1, 9, 4, 7 എന്നീ സംഖ്യകളായിരിക്കും. എന്താണ് ഇത്? ഒന്ന് പഠിച്ചു വെക്കണം. ഒരു പൂർണ്ണവർഗ സംഖ്യയുടെ അക്കങ്ങളുടെ തുക കേട്ടോ. ഒരു പൂർണ്ണവർഗ സംഖ്യയുടെ അക്കങ്ങളുടെ തുക 1, 9, 4, 7 ഇതിലേതെങ്കിലും ഒരു സംഖ്യ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമുക്ക് 25 എന്ന് എടുക്കാം. 25 എന്ന് പറയുന്ന സംഖ്യയുടെ അക്കങ്ങളുടെ തുക എത്രയാ? 2 + 5 7 ആണ് അല്ലേ? കണ്ടോ, അതൊരു പൂർണ്ണവർഗമായതുകൊണ്ടാണ് അതിൻ്റെ അക്കങ്ങളുടെ തുക എന്ത് കിട്ടിയത്? 7 എന്ന് കിട്ടിയത്. അപ്പം നമുക്കിനി എന്ത് ചെക്ക് ചെയ്താൽ മതി? 8200 ഈ തന്നിരിക്കുന്ന ഓപ്ഷനിലെ ഏത് സംഖ്യ കൂട്ടുമ്പോഴാണ് നമുക്ക് ഈ 1, 9, 4, 7 എന്ന അക്കങ്ങളുടെ തുകയായിട്ട് വരുന്നത് എന്ന് കണ്ടാൽ പോരെ? അപ്പം നമുക്ക് ഓരോ ഓപ്ഷൻ എടുത്ത് നോക്കാം. ഇപ്പം ഇതിനകത്ത് ഏറ്റവും ചെറിയ സംഖ്യയായിട്ടുള്ളത് 64 ആണ് അല്ലേ? അപ്പം നമുക്ക് ഓപ്ഷൻ ഡി ഒന്ന് ചെയ്ത് നോക്കാം. ഓപ്ഷൻ ഡി ചെയ്ത് നോക്കുമ്പോൾ 8200 + 64 ചെയ്യുമ്പോൾ നമുക്ക് 8264 എന്ന് കിട്ടും. ഇതിൽ സംഖ്യകളുടെ തുക 8 + 2 + 6 + 4. 8ഉം 2ഉം 10, 6, 4, 10, 20 എന്ന് കിട്ടും. അക്കങ്ങളുടെ തുക ഇവിടെ 2 ആണ് അല്ലേ? 2 + 0 2. ഈ 2 എന്ന അക്കങ്ങളുടെ തുക കിട്ടിയാൽ അത് പൂർണ്ണവർഗമാകുമോ? ഇല്ല. കാരണം 1, 9, 4, 7 വന്നാലേ പൂർണ്ണവർഗമാവുള്ളൂ. അപ്പോൾ നമുക്ക് തീരുമാനിക്കാം ഓപ്ഷൻ ഡി അല്ല. ഇനി നമുക്ക് അടുത്ത ചെറിയ സംഖ്യ ഓപ്ഷൻ എയിലേക്കൊന്ന് പോകാം. 8200 + 74. അപ്പോൾ എത്ര വരുന്നത്? 8274. ഇനി ഇതിൻ്റെ അക്കങ്ങൾ കൂട്ടുമ്പോൾ 8 + 2 + 7 + 4 നമുക്ക് കിട്ടുന്നു 21. 21ൻ്റെ അക്കങ്ങളുടെ തുക എത്രയാ? 3 ആണ് അല്ലേ? അക്കങ്ങളുടെ തുക 3 ആയാലും എന്താവുന്നില്ല? പൂർണ്ണവർഗമാവുന്നില്ല. അതുകൊണ്ട് ഓപ്ഷൻ എയും 74ഉം നമ്മളുടെ ആൻസർ അല്ല. ഇനി അടുത്തത് നമുക്ക് ഓപ്ഷൻ സിയിലേക്ക് പോകാം. 8200 + 81 എത്ര വരുന്നു? 8281. 8 + 2 + 8 + 1 ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ആൻസർ കിട്ടുന്നത് 19 എന്നാണ്. 9ഉം 1ഉം 10 ആണ്. സോ നമുക്കിവിടെ അക്കങ്ങളുടെ തുക എന്ന് പറയുന്നത് 1 + 0 1 ആണ് വരിക. നോക്കിയേ, 1 എന്ന് പറയുന്നത് അക്കങ്ങളുടെ തുക 1 ആയിക്കഴിഞ്ഞാൽ നമുക്ക് അവയെ എന്ത് വിളിക്കാം? പൂർണ്ണവർഗ സംഖ്യയാണെന്ന് വിളിക്കാം. സോ അതുകൊണ്ട് തന്നെ 8200 81 ആഡ് ചെയ്യുമ്പോഴാണ് ഈ സംഖ്യ എന്തായിട്ട് മാറുന്നത്? പൂർണ്ണവർഗമായിട്ട് മാറുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ മറക്കാതെ പഠിച്ചു വെക്കണം. 1, 9, 4, 7 എന്നിവ അക്കങ്ങളുടെ തുകയായി വരുമ്പോഴാണ് ആ സംഖ്യ എന്താവുന്നത്? പൂർണ്ണവർഗമാകുന്നത്. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 2. ഇതും കഴിഞ്ഞ ഡിസംബറിൽ
2023 ഡിസംബർ കേറ്റിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ഒരു സംഖ്യയുടെ 1/3 3/4 ഭാഗം 48 ആയാൽ സംഖ്യ എത്രയാണെന്ന്. ഇപ്പം അറിയാത്തൊരു സംഖ്യയാണ് എക്സ് ആയിക്കോട്ടെ ആ സംഖ്യ. അതിൻ്റെ 1/3 ഭാഗം എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു 1/3. അതിൻ്റെ 3/4 ഭാഗം എന്ന് പറയുമ്പോൾ ഇൻറ്റു 3/4. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് എത്ര കിട്ടുന്നത്? 48 കിട്ടുന്നത്. അപ്പോൾ ആ സംഖ്യയാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ നമുക്ക് ഈ 3നെയും കട്ട് ചെയ്ത് കളഞ്ഞാൽ ബാക്കി x/4 സമം 48 ഉണ്ട്. എക്സ് ആണല്ലോ കാണേണ്ടത്. 48നെ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 192. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. സോ ഏതൊരു സംഖ്യയുടെയും ഒരു ഫ്രാക്ഷൻ തന്ന ഇത്ര ഭാഗം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഗുണിച്ചാൽ മതി. ആ ഒരു ഭിന്നസംഖ്യയെ അതിനോട് ഒരു എക്സ് എന്ന് പറയുന്ന ഒരു അറിയാത്ത സംഖ്യയുടെ 1/3 3/4 ഭാഗം എന്ന് പറയുമ്പോൾ 3നെയും ചേർത്ത് ഗുണിച്ചെഴുതിയാൽ മതി. ക്ലിയർ അല്ലേ? ഇനി മൂന്നാമത്തെ ചോദ്യം റോമൻ നമ്പേഴ്സ് ആണ്. നമ്മുടെ പരീക്ഷയിൽ എപ്പോഴും കയറി വരുന്ന ഒരു ചോദ്യമാണ് റോമൻ നമ്പർ സിസ്റ്റത്തിൽ നിന്ന്. ഏതെങ്കിലും ഒരു സംഖ്യ തന്നിട്ട് അതിൻ്റെ റോമൻ നമ്പർ എഴുതാൻ പറയും, അല്ലെങ്കിൽ റോമൻ നമ്പർ തന്നിട്ട് ഏതാണ് ആ സംഖ്യ എന്ന് ചോദിക്കും. ഇവിടെ അതുപോലെ റോമൻ നമ്പർ തന്നിട്ട് ഏത് സംഖ്യയാണ് ഈ റോമൻ നമ്പർ സൂചിപ്പിക്കുന്നത് എന്നാണ് ഇവിടെ ചോദ്യമുള്ളത്. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് റോമൻ നമ്പേഴ്സ് എന്താണെന്നൊന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ സ്കൂളിലൊക്കെ ക്ലാസ് എഴുതുന്നത് അല്ലേ, ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡ് എന്നൊക്കെ എഴുതുന്നത് നിങ്ങൾ ഓർത്തിട്ടുണ്ടാവും. അതെല്ലാം എന്താണ്? റോമൻ നമ്പറാണ്. അപ്പോൾ 1 മുതൽ +2 വരെയുള്ള റോമൻ നമ്പറൊക്കെ എഴുതാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ അത് ഒന്ന് എഴുതി നോക്കാം. 1 മുതൽ 12 വരെയുള്ള റോമൻ നമ്പർ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അറിയാലോ, ഇത് 1 2 3 4 5 6 7 8 9 10 11 12. ഇത് നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചത് കൊണ്ട് മറക്കാൻ വഴിയില്ല. 12 വരെയുള്ള റോമൻ നമ്പർ എല്ലാവർക്കും അറിയാം. ഇനി നമ്മളിവിടെ പഠിക്കേണ്ടത് 10 50 100 500 1000. അതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചാൽ റോമൻ നമ്പർ സെറ്റാവും. അതായത് 1 ഇങ്ങനെയാണ്, 5 ഇങ്ങനെ അറിയാം, വി എന്ന ലെറ്റർ, പിന്നീട് എക്സ് എൽ സി ഡി എം. ഇതെല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇത് 1, ഇത് 5, ഇത് 10, ഇത് 50, ഇത് 100, ഡി 500, എം 1000. ഇതും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് പഠിച്ചു വെക്കണം. ഇനി ഇവിടുത്തെ കുറച്ച് പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, 1 2 3. 1 എന്ന് പറയുന്ന ആ ഒരു ഐ എന്ന് പറയുന്ന ലെറ്റർ 3 തവണ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് എഴുതാം. ഏതൊരു റോമൻ സംഖ്യയും നമുക്ക് എന്ത് ചെയ്യാം? 3 തവണ റിപ്പീറ്റ് ചെയ്ത് എഴുതാം. അതാണ് 1 എന്ന് പറയുന്ന ആ ഐനെ 2 തവണ റിപ്പീറ്റ് ചെയ്തപ്പോൾ അത് 2 ആയി. ഐനെ തന്നെ 3 തവണ റിപ്പീറ്റ് ചെയ്താൽ അത് എന്താവും? 3 ആവും. അതുപോലെ 5 എന്ന് പറയുന്ന സംഖ്യ കണ്ടോ, ഈ 5ൽ നിന്നും 1 കുറയ്ക്കുമ്പോൾ, 5ൽ നിന്നും 1 കുറയ്ക്കുമ്പോൾ, അതായത് ആ വിയുടെ ഫ്രണ്ടിൽ ഐ വന്നു കഴിഞ്ഞാൽ 5ൽ നിന്നും 1 കുറയ്ക്കുകയാണ്. കാരണം എന്താ? ഐ എന്ന് പറയുന്നത് 1 നിങ്ങൾക്കറിയാം. ഈ 5ൽ നിന്നും 1 കുറച്ചതാണ് ഈ 4. കണ്ടോ, വിയുടെ തൊട്ടു മുന്നിലാണ് ഐ ഉള്ളത്. ഇനി വിക്ക് ശേഷമാണ് ഐ വരുന്നതെങ്കിൽ നമ്മൾ അതിനെന്താ പറയുക? 6. അതായത് 5നോട് 6 കൂട്ടുന്നു. ക്ലിയർ അല്ലേ? ഇനി 5നോട് 1 കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? 6 വരുന്നത് അല്ലേ? അപ്പോൾ 5നോട് 2 കൂട്ടുമ്പോൾ നമുക്ക് 7ഉം 5നോട് 3 കൂട്ടുമ്പോൾ നമുക്ക് 8ഉം കിട്ടും. നമുക്ക് ഈ ഐ എന്ന് പറയുന്ന ആ ഒരു ലെറ്റർ 1 അല്ലേ, സംഖ്യ 1 എന്നുള്ളത് 3 തവണ മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? ആഡ് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് 10 എടുത്ത് നോക്കാം. 10ൽ നിന്നും 1 കുറയ്ക്കുമ്പോൾ, അതായത് എക്സിൽ നിന്നും ഐ എന്ന് പറയുന്ന ലെറ്റർ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 9 കിട്ടുന്നത്. അതുപോലെ 10നോട് 1 കൂട്ടുമ്പോൾ, അതായത് എക്സ് പ്ലസ് ഐ എന്ന് വരുമ്പോൾ എന്താ വരിക? 11 വരും. അതിനോട് 2 കൂട്ടിയാൽ എന്ത് വരും? 12 വരും. 3 കൂട്ടിയാലോ 13 വരും. ഇങ്ങനെയാണ് ഈ റോമൻ നമ്പേഴ്സ് എഴുതുന്നത്. ഇനി നമുക്കിവരുടെ 1 5 1ഉം 5ഉം 10ഉം ഒക്കെ നമ്മളിപ്പോൾ പഠിച്ചു അല്ലേ? ഐ എന്ന് വെച്ചാൽ 1, വി 5ഉം എക്സ് 10ഉമാണ്. ഇനി നമുക്കൊരു 50ഉം 100ഉം 500ഉം 1000ഉം കൂടെ പഠിക്കേണ്ടതുണ്ട്. 50നെ എൽ എന്ന ലെറ്ററും 100 സി എന്ന ലെറ്റർ കൊണ്ടും
500 D എന്ന ലെറ്റർ കൊണ്ടും 1000 M എന്ന ലെറ്റർ കൊണ്ടുമാണ് സൂചിപ്പിക്കുക. ഇത്രയും മനസ്സിലാക്കി വെക്കാം. പിന്നെ വേറൊരു കാര്യം എന്താ, തൊട്ടു മുന്നിലാണ് ചെറിയ, അതായത് ഇപ്പോൾ എമ്മിനേക്കാളും ചെറുതായിട്ടുള്ള ഒരു ഐയോ അല്ലെങ്കിൽ വിയോ ഫ്രണ്ടിൽ എഴുതുമ്പോൾ അതിനെ മൈനസ് ആണ് ചെയ്യുന്നത്. അപ്പുറത്തേക്ക് എഴുതുമ്പോഴോ റൈറ്റ് സൈഡിലേക്ക് എഴുതുമ്പോൾ പ്ലസ് ആണ് ചെയ്യേണ്ടത്. അതും കൂടെ ഓർത്തിരിക്കാം. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് പോവാം. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് MM XX II ആണ്. ഇതെങ്ങനെയാണ് നമ്മൾ എഴുതുക? നമുക്കറിയാം M എന്ന് പറഞ്ഞാൽ എത്രയാ? 1000 ആണ്, 1000 പ്ലസ് വീണ്ടും M, അപ്പോൾ വീണ്ടും 1000 ആഡ് ചെയ്യണം. പിന്നീട് X എന്ന് പറഞ്ഞാൽ 10 ആണ്, പിന്നെ ഒരു X ഉണ്ട്, അത് 10 ആണ്. പിന്നെ I എന്ന് വെച്ചാൽ 1, എഗെയിൻ I എന്ന് വെച്ചാൽ 2. ഇനി ഇതിനെല്ലാം കൂടെ എന്ത് ചെയ്താൽ മതി? കൂട്ടി എഴുതിയാൽ മതി. 1000 പ്ലസ് 1000 2000 പ്ലസ് 10 പ്ലസ് 10 20 പ്ലസ് 1 പ്ലസ് 1 2. 2000 പ്ലസ് 20 പ്ലസ് 2 എത്രയാണ് വരിക? 2022. ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരി ഉത്തരം. അപ്പോൾ റോമൻ നമ്പേഴ്സിൽ നിന്നുള്ളൊരു ചോദ്യം എല്ലാ പരീക്ഷകളിലും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അതെന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ റോമൻ നമ്പേഴ്സിൽ നിന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു മാർക്ക് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 4. തന്നിരിക്കുന്ന ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതാണ്? ഇത് ശ്രേണികൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യമാണ്. ഈ റോമൻ നമ്പേഴ്സ് എന്ന പോലെ തന്നെ ശ്രേണികളിലെ ചോദ്യവും എല്ലാ പരീക്ഷയിലും വരാറുള്ളതാണ്. അപ്പോൾ ആ ശ്രേണികൾക്ക് ഉണ്ടാവുന്ന പ്രത്യേകതകൾ നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആ ഒരു മാർക്കും കിട്ടും. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് 2, 4, 12, 48, 240 എന്ന സംഖ്യയാണ്. ഒന്നുകിൽ ഈ ശ്രേണിയുടെ വ്യത്യാസം നമ്മൾ കണ്ടുപിടിച്ചാൽ നമുക്ക് ഇതിൻ്റെ ഒരു ടെക്നിക്ക് മനസ്സിലാവും. ഇതിൻ്റെ 2ഉം 4ഉം തമ്മിലുള്ള വ്യത്യാസം 2 ആണ്. അതുപോലെ 4ഉം 12ഉം തമ്മിലുള്ള വ്യത്യാസം, 12ഉം 48ഉം തമ്മിലുള്ള വ്യത്യാസം ഒക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, എന്തെങ്കിലും ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് അതിൽ നിന്ന് വായിച്ചെടുക്കാനായിട്ട് പറ്റും. ഇപ്പം ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ 2ന്റെ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ 2 ഇൻറ്റു 2 ആണ് 4 അല്ലേ? 2 ഇൻറ്റു 2 ആണ് 4. ഇനി അടുത്ത സംഖ്യയായ 12 കിട്ടുന്നത് എങ്ങനെയാ നോക്കൂ. 4നോട് 3 ഗുണിക്കുമ്പോഴല്ലേ 12 കിട്ടുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അടുത്ത സംഖ്യയായ 48 എങ്ങനെയാ കിട്ടുന്നേ? ഈ 12നോട് 4 ഗുണിക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 48 കിട്ടുന്നത്. സോ ഇവിടെ നിന്ന് നോക്കൂ, ഇവിടെ ഇങ്ങനെ കൂടി വരികയാണ്. ആദ്യം 2ആയിട്ട് 2 ഗുണിച്ചു, പിന്നീട് അടുത്ത സംഖ്യയുമായി 3 ഗുണിച്ചു, അടുത്ത സംഖ്യയുമായി 4 ഗുണിച്ചു. ഇനി അടുത്തത് എങ്ങനെയാ വരിക? 48 ഗുണം അടുത്ത സംഖ്യ 5 അല്ലേ? 5 ഗുണിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 240 കിട്ടുന്നത്. കണ്ടോ? ഓരോ സംഖ്യയുടെ കൂടെ 2, 3, 4, 5 അങ്ങനെ ഗുണിച്ചു പോവുകയാണ്. അപ്പം ഇനി അടുത്ത സംഖ്യ കണ്ടെത്താൻ ഈസി അല്ലേ? അതായത് 240മായി ഏതാ നമ്മൾ ഗുണിക്കേണ്ടത്? 60 ഗുണിക്കേണ്ടത്. 240ഉം 60ഉം കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് 1440 എന്നാണ് ഉത്തരം കിട്ടുന്നത്. സോ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ക്ലിയർ അല്ലേ പറഞ്ഞത്? അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ശ്രേണികളുടെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പോൾ ശ്രേണികളുടെ ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്താൽ അവിടെ നിന്നുള്ള മാർക്കും നമുക്ക് അടിപൊളിയായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് 5ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 5. 1 ബില്യന് തുല്യമായത് ഏത്? 2022 KTET 1 പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. അളവുകളും യൂണിറ്റുകളും എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പോർഷൻ സിലബസിൽ തന്നിട്ടുണ്ട്. അവിടുന്ന് വരുന്ന ചോദ്യമാണ് ഈ ബില്യൺ, ട്രില്യൺ ഒക്കെ. അപ്പോൾ ഇവിടെ ചോദിച്ചത് എന്താ? 1 ബില്യന് തുല്യമായത്. അപ്പോൾ ഒരു 3 കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ ഇത്തരം ചോദ്യങ്ങൾക്ക് സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. എന്തൊക്കെയാണത് നോക്കൂ. 1 മില്യൺ എന്ന് വെച്ചാൽ 10⁻6 ആണ് കേട്ടോ. 1 മില്യൺ എന്ന് വെച്ചാൽ എത്രയാണ്? 10⁻6 ആണ്. അതെന്താ? അത് 10 ലക്ഷത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? 1 മില്യൺ എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ 1 മില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാ? 10 ലക്ഷം. അതിന് നമ്മൾ സൂചിപ്പിക്കുന്നത് 10⁻6. അതായത് 10നെ 6 തവണ ഗുണിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 1 മില്യൺ കിട്ടുന്നത്. ഇനി അടുത്തത് 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 10⁻9 ആണ്. എന്താണ് ഈ 1 ബില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ?
100 കോടിയാണ് ഒരു ബില്യൺ. ഓക്കെ, അപ്പോൾ ഒരു ബില്യൺ എന്ന് പറയുമ്പോൾ 10 എത്രയാണ്? 9 ഒരു മില്യൺ 10⁻6, ഒരു ബില്യൺ 10⁻9. ഇനി ഒന്നുകൂടെ നമുക്ക് പഠിക്കാം. ഒരു ട്രില്യൺ എന്ന് വെച്ചാൽ 10⁻12 അതായത് ലക്ഷം കോടിയാണ് ട്രില്യൺ എന്ന് പറയുന്നത്. ലക്ഷം കോടി. ഓക്കെ, അപ്പോൾ 10⁻6, 10⁻9, 10⁻12. ഓക്കെ അല്ലേ? ഒരു മില്യൺ എന്ന് പറഞ്ഞാൽ 10⁻6 ആണ്. ഒരു ബില്യൺ എന്ന് പറഞ്ഞാൽ 10⁻9 ആണ്. ഒരു ട്രില്യൺ എന്ന് പറഞ്ഞാൽ 10⁻12 ആണ്. സോ നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഒരു ബില്യന് തുല്യമായിട്ടുള്ളതാണ്. ഓപ്ഷൻ എ 10⁻9 ആണ് ഒരു ബില്യന് തുല്യമായിട്ടുള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 6th ക്വസ്റ്റ്യൻ നോക്കൂ. 2022 കേറ്ററ്റ് 1 പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. ഏറ്റവും ചെറിയ 6 അക്ക സംഖ്യയിൽ നിന്നും ഏറ്റവും വലിയ 4 അക്ക സംഖ്യ കുറച്ചാൽ കിട്ടുന്ന സംഖ്യ ഏതാണ്? അപ്പോൾ ഏറ്റവും വലിയ 6 അക്ക സംഖ്യ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? 1 എഴുതി 5 0 ഇട്ടാൽ ഏറ്റവും വലിയ 6 അക്ക സംഖ്യ. ഇതിൽ 6 അക്കം ഉണ്ടോ എന്ന് ശ്രദ്ധിച്ചാൽ മതി അല്ലേ? 6 അക്കമാണ് ഇവിടെ ഉള്ളത്. അതിൽ നിന്നും ഏറ്റവും വലിയ 4 അക്ക സംഖ്യ, വലുത് എന്ന് പറയുമ്പോൾ എല്ലാം 9ലുള്ള സംഖ്യ ആയിരിക്കും. സോ ഇവിടെ 4 9 ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനെ മൈനസ് ചെയ്താൽ മതി. 10 ന്ന് 9 പോകുമ്പോൾ 1 വരും. ഇവിടെയാണെങ്കിൽ 0 0 0, ഇവിടെ 9 ഉണ്ടാവും. സോ 90001. ഇതിൽ എത്ര ഡിജിറ്റ് വരും? 5 ഡിജിറ്റ് വരും. അത് എവിടെയാണ് നമ്മുടെ ഓപ്ഷനിലുള്ളത്? ഇതേ ഓപ്ഷൻ ബി ആണ്. 900001. അതാണ് നമ്മുടെ ഈ 6ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ക്ലിയർ അല്ലേ? 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് ജോമെട്രിയിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. കേറ്ററ്റ് കാറ്റഗറി 2 ചോദിച്ച ജോമെട്രിയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ. ഈ ചിത്രത്തിൽ പി ക്യൂം ആർ എസും എന്താണ്? സമാന്തര വരകളാണ്. സമാന്തര വരകൾ എന്ന് വെച്ചാൽ പാരലൽ ലൈൻസ്. ഇനി കോൺ പി ക്യു ടി കാണുന്നുണ്ടല്ലോ. കോൺ പി ക്യു ടി എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗത്തെ കോണാണ്. അവിടെ അളവ് തന്നിട്ടുണ്ട്, 110 ഡിഗ്രിയാണ്. അതുപോലെ ആർ എസ് ടി കണ്ടോ, ആർ എസ് ടി എന്ന് പറയുന്നത് 130 ആയാൽ കോൺ യു ടി വിയുടെ അളവാണ് ചോദിച്ചിട്ടുള്ളത്. കോൺ യു ടി വിയുടെ അളവ് നമുക്ക് ഇവിടെ ഈ പി ക്യൂന് എസ്സിനും, അതായത് ക്യൂവും എസ്സും കൂടെ ജോയിൻ ചെയ്ത് നമ്മളൊരു ലംബ വര ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കൂ. ഈ ഒരു കോൺ 90 ഡിഗ്രിയുമാവും. 110ൽ നിന്ന് 90 മൈനസ് ചെയ്താൽ 20 ഡിഗ്രി ഇവിടെയും വരും അല്ലേ? 90ഉം 20ഉം കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 110 കിട്ടുന്നത്. സോ നമ്മൾ അവിടെ ഒരു ലംബ വര അല്ലെങ്കിൽ ഒരു പെർപെൻഡിക്കുലർ ലൈന് വരയ്ക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? 90ഉം ബാലൻസും ആയിട്ട് മാറും. അതുപോലെ ഈ 130നെ നമ്മൾ ഇവിടെ ഒരു മട്ടത്രികോണം വരും അല്ലേ? അത് എത്ര ഡിഗ്രിയാ? 90 ഡിഗ്രി. ബാക്കി അപ്പുറത്ത് കിടക്കുന്ന കോൺ എത്രയായിരിക്കും? 130ൽ നിന്നും 90 കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് 40 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ക്യു ടി എസ് എന്ന് പറയുന്നത് ഒരു ത്രികോണമായിട്ട് മാറിക്കഴിഞ്ഞു. ഇനി ത്രികോണത്തിലെ 3 കോണുകളുടെ തുക എത്രയാണെന്നറിയാം? 180 ഡിഗ്രിയാണെന്നറിയാം. സോ നമുക്കിവിടെ ഈ ഒരു കോൺ കണ്ടെത്താനായിട്ട് എന്ത് ചെയ്താൽ മതി? 180 കുറയ്ക്കണം 20 പ്ലസ് 40 ചെയ്താൽ മതി. 180 ഡിഗ്രി കുറയ്ക്കണം 20 ഡിഗ്രി പ്ലസ് 40 ഡിഗ്രി. 180 ഡിഗ്രിയിൽ നിന്നും നമുക്ക് 60 ഡിഗ്രി മൈനസ് ചെയ്താൽ 120 ഡിഗ്രിയാണ് ഈ ഒരു ഭാഗത്ത് കിട്ടുന്നത്. ഇവിടെ 120 ഡിഗ്രിയാണ് കിട്ടുന്നത്. ഇനി നമുക്കറിയാം എതിർകോണുകൾ എപ്പോഴും എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ ക്യു ടി എസിൻ്റെ എതിർകോണാണ് യു ടി വി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ കോണും എത്ര ഡിഗ്രി ആയിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും. സോ നമ്മുടെ ആൻസർ ഏതാ? ഓപ്ഷൻ എ ആണ്, 120 ഡിഗ്രി. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സിമ്പിളായിട്ട് നമുക്ക് ഇത്തരം ജോമെട്രിയിലെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷേ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ്? എതിർകോണുകൾ തുല്യമാണ്, രേഖീയ ജോഡിയിലെ കോണുകളുടെ തുക 180 ഡിഗ്രിയാണ് തുടങ്ങിയ കോൺസെപ്റ്റൊക്കെ അറിയുമെങ്കിൽ ഇങ്ങനെ ജോമെട്രിയിൽ വരുന്ന ചോദ്യമൊക്കെ എളുപ്പത്തിൽ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 8ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് കേറ്ററ്റ് കാറ്റഗറി 2 2022 ചോദിച്ച ചോദ്യമാണ്. 2:21 പ്ലസ് 2:21 സമം 4:x ആയാൽ എക്സിൻ്റെ വില എത്രയാണ്?
നമുക്ക് കൃത്യംഗങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് a⁻m ഇൻറ്റു a⁻n. ഇങ്ങനെയാണെങ്കിൽ a⁻m ഇൻറ്റു a⁻n സമം a⁻m+n ആണ്. പക്ഷെ ഇവിടെ നോക്കിയേ, ഇവിടെ ഇൻറ്റു ആണുള്ളത്, ഇവിടെയാണെങ്കിലോ പ്ലസ് ആണ് തന്നിട്ടുള്ളത്. സോ ഇങ്ങനെ പ്ലസ് വന്നാൽ, കൃത്യംഗങ്ങളിൽ പ്ലസ് വന്നാൽ എന്താ ചെയ്യുക? രണ്ട് സൈഡും, പ്ലസിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും രണ്ട് വശത്തും കോമൺ ആയിട്ടുള്ള ഒരു സംഖ്യ കിടക്കുന്നത്. ആ കോമൺ ആയിട്ടുള്ള സംഖ്യയെ നമ്മൾ പുറത്തേക്ക് എടുത്താൽ ഇവിടെ ഒരു 1 ബാക്കിയുണ്ട്, ഇവിടെ ഒരു 1 ബാക്കിയുണ്ട്, സമം 4x എന്നായി. ഇനി ഇതിന് നമുക്ക് 221 ഗുണിക്കണം 1 + 1 എത്രയാ? 2 ആണ്. ഇനി ഞാൻ ഈ 4നെ ഒന്ന് മാറ്റി എഴുതാണ്, 2/2 എന്ന് എഴുതാണ്. 2/2 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 4 തന്നെയാണ് അല്ലേ? ഇൻറ്റു ആ ഒരു എക്സ് കൂടെ ഉണ്ട്. ഇനി ഇപ്പൊ നോക്കൂ, ഇപ്പൊ നമുക്കത് ഈ ഒരു ഫോർമാറ്റിലേക്കായല്ലേ, a⁻m ഇൻറ്റു a⁻n എന്നുള്ള ഫോർമാറ്റിലായി. a⁻m ഇൻറ്റു a⁻n ആണെങ്കിൽ നമുക്കതിനെ a⁻m+n എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ 221 + 1, 2ന്റെ പവറിൽ ഒന്നും ഇല്ലെങ്കിൽ അവിടെ എന്താ മീനിങ്? 1 ഉണ്ട് എന്നാ. സോ വിച്ച് ഇസ് ഈക്വൽ ടു 2/2x അല്ലേ? ഇതുവരെ ക്ലിയർ അല്ലേ? ഇപ്പൊ ബേസുകളായ 2 അല്ലേ, ഇവിടെ 2 ആൾക്കാരും എന്താ? തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പവേഴ്സുകളെ എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 2x സമം 22 എന്ന് എഴുതാം. ഇതിൽ നിന്നും x സമം 22/2 11 എന്ന് കിട്ടും. സോ നമ്മുടെ ആൻസർ എന്താ? ഓപ്ഷൻ എ ആണ്. ക്ലിയർ അല്ലേ? കൃത്യംഗങ്ങൾ എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, പ്രധാനപ്പെട്ട ചോദ്യമാണ്, എല്ലാവരും പഠിക്കണം. 9ാമത്തെ ക്വസ്റ്റ്യൻ, 5² ഇൻറ്റു 2³ ഇൻറ്റു 3² എന്ന സംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഘടകങ്ങളുടെ എണ്ണം തന്നിരിക്കുന്നതെല്ലാം എന്താണ്? പവേഴ്സിലുള്ള നമ്പറാണ് അല്ലേ? 5² ഇൻറ്റു 2³ ഇൻറ്റു 3² ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. സോ ഇതുപോലത്തെ സംഖ്യകളുടെ ഘടകങ്ങളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. 5² പവറിനോട്, അതിൻ്റെ പവറിനോട് മാത്രം 1 കൂട്ടുക. 2 + 1 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരാം? 3 കിട്ടും. അതുപോലെ 2³ അല്ലേ, ഇതിൻ്റെ പവർ 3 ആണ്, അതിനോട് 1 കൂട്ടുക, അപ്പം നമുക്ക് 4 കിട്ടും. പിന്നീട് 3² അതിൻ്റെ പവർ 2 ആണ്, 1 കൂട്ടിയാൽ നമ്മൾക്ക് 3 കിട്ടും. ഇങ്ങനെ കിട്ടും. ഇനി ഈ 3 പേരെ ഞങ്ങൾ ഗുണിച്ചെഴുതിയാൽ മതി. 3 ഇൻറ്റു 4 ഇൻറ്റു 3 12 ഗുണിക്കണം 3 കിട്ടും. 36 ഇവിടെ ഈ തന്നിരിക്കുന്ന സംഖ്യയിലെ ഘടകങ്ങളുടെ എണ്ണം. ക്ലിയർ ആയിട്ടുണ്ടോ പറഞ്ഞാൽ? അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? തന്നിട്ടുള്ള 5² ഇൻറ്റു 2³ ഇൻറ്റു 3² ഈ തന്നിരിക്കുന്ന സംഖ്യകളുടെ ഘടകങ്ങളുടെ എണ്ണമാണ് കാണാൻ പറഞ്ഞിട്ടുള്ളതെങ്കിൽ അവയുടെ പവേഴ്സ് എടുക്കുക, +1 ചെയ്യുക, ആൻസേഴ്സ് എല്ലാം കൂടെ അങ്ങ് ഗുണിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഘടകങ്ങളുടെ എണ്ണം. ഇവിടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. ഇനി നമ്മുടെ 10ാമത്തെ ചോദ്യം, ചിത്രത്തിൽ ABCD ഒരു സമഭുജ സാമാന്തരികമാണ്. സമഭുജ സാമാന്തരികം. ഇനി AC സമം 8 സെന്റിമീറ്ററും BD 6 സെന്റിമീറ്ററുമായാൽ ABCDയുടെ പരപ്പളവ്. അപ്പോൾ എന്താണ് സമഭുജ സാമാന്തരികം? വശങ്ങളെല്ലാം തുല്യമായ സാമാന്തരികത്തെയാണ് നമ്മൾ സമഭുജ സാമാന്തരികം എന്ന് പറയാം. ഇനി ഇവയുടെ ഡയഗണൽ അല്ലെങ്കിൽ വികർണം, ഡയഗണൽ എന്ന് പറഞ്ഞത് ഈ എയും സിയും ജോയിൻ ചെയ്തിരിക്കുന്ന ലൈനും ബിയും ഡിയും ജോയിൻ ചെയ്തിരിക്കുന്ന ലൈൻ, അതാണ് അതിൻ്റെ വികർണങ്ങൾ അല്ലെങ്കിൽ ഡയഗണൽ എന്ന് പറയുന്നത്. ആ 2 ലെങ്ത് ആണ് തന്നിട്ടുള്ളതെങ്കിൽ ഇത്തരം സമഭുജ സാമാന്തരികത്തിൻ്റെ പരപ്പളവ് കണ്ടെത്താനായിട്ട് നമുക്കൊരു ഫോർമുലയുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലയാണ്, പഠിക്കണം. ½ d1 ഇൻറ്റു d2 ആയിരിക്കും. എന്താണ്? ½ d1 ഇൻറ്റു d2. സോ നമുക്കിവിടെ എങ്ങനെ ചെയ്യാം? ½ ഇൻറ്റു ഇവിടെ d1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡയഗണൽ എത്രയാ? 8 ഇൻറ്റു അടുത്ത ഡയഗണൽ 6 ആണ്. കട്ട് ചെയ്ത് കളഞ്ഞാൽ 3, 24 സെൻറ്റിമീറ്റർ² എന്ന് നമുക്കിതിൻ്റെ പരപ്പളവ് സിമ്പിളായി എഴുതാൻ പറ്റും. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരി ഉത്തരം. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോൾ സമഭുജ സാമാന്തരികത്തിൻ്റെ വികർണങ്ങൾ തന്നാൽ പരപ്പളവ് കാണാനുള്ള ഒരു സമവാക്യമാണിത്. ഇത് പഠിക്കണേ. ½ d1 ഇൻറ്റു d2. 11ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 11ാമത്തെ ചോദ്യം, 3/2m+1 സമം 27 ആയാൽ എമ്മിൻ്റെ വിലയാണ് ചോദിച്ചിട്ടുള്ളത്. തൊട്ട് മുൻപേ നമ്മൾ കൃത്യംഗങ്ങളുടെ ഒരു ചോദ്യം ചെയ്തില്ലേ? 2/21 +
21 അതേപോലുള്ള ഒരു ചോദ്യമാണ്. സോ ഇവിടെയും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, രണ്ട് സമത്തിന് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡുമുള്ള സംഖ്യകളുടെ ബേസ് ഒരുപോലെ ആക്കണം. അതായത് ഇവിടെ 3⁻²m+1 സമം 27 എന്നാണ് തന്നിട്ടുള്ളത്. 27നെ ഇൻ ടേംസ് ഓഫ് 3ലേക്ക് മാറ്റണം. എങ്ങനെയാണ് നമുക്ക് മാറ്റാൻ പറ്റുക? 27 നമ്മൾ 3ൽ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ 9 കിട്ടും, 3 കിട്ടും അല്ലേ? അതായത് 3ന്റെ ക്യൂബാണ് എന്ത്? 27. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് മാറ്റി എഴുതാം. 3⁻²m+1 സമം 3³ ഇപ്പം എന്തായി? താഴെ രണ്ടും 3 ആയി അല്ലേ? അതായത് ബേസ് എന്തായി? സെയിം ആയി. അപ്പോൾ പവേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. 2m+1 സമം 3 ആണ്. സോ 2m സമം 3 - 1 2 കിട്ടും. m സമം 2/2 1. ആൻസർ ഓപ്ഷൻ എ. ഓക്കെ, അപ്പോൾ ഇതുപോലെ കൃത്യങ്ങൾ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ആദ്യം ആലോചിക്കേണ്ടത്? ബേസ് സെയിം ആക്കാൻ നോക്കാം. അതായത് ഇവിടെ തരുന്ന സംഖ്യയെ ഈ ഒരു സംഖ്യ കൊണ്ട് ഫാക്ടറൈസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? 12ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇത് കലണ്ടറിൽ നിന്നുള്ള ചോദ്യമാണ്. കേറ്റഡ് കാറ്റഗറി 1 2019 ചോദിച്ച ചോദ്യം. കലണ്ടർ നമ്മുടെ സിലബസിലൊന്നും ഇല്ല, പക്ഷേ എപ്പോഴും ക്ലോക്കും കലണ്ടറും ഒക്കെ നമ്മുടെ എക്സാമിന് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇവിടെ നോക്കാം. 2019 ജനുവരി 31 വ്യാഴാഴ്ചയാണ് എങ്കിൽ 2019 മാർച്ച് 1 ഏത് ദിവസമാണെന്നാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഒരേ വർഷമാണെങ്കിൽ നമുക്ക് ഒരു ഡേറ്റ് തന്ന് ആ ഒരാഴ്ചയും തന്ന് അതേ വർഷത്തിലെ മറ്റൊരു ദിവസം ഏതാണെന്ന് കണ്ടെത്താനായിട്ട് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഇവിടെ ആ തന്നിട്ടുള്ള ദിവസം മുതൽ, അതായത് 2019 ജനുവരി 31 മുതൽ മാർച്ച് 1 വരെ, അതേ വർഷം മാർച്ച് 1 വരെ എത്ര ദിവസങ്ങളുണ്ട് എന്ന് ആദ്യം കണക്കാക്കണം. അപ്പം നമുക്ക് ഇവിടെ ജനുവരി 31 മുതലാണ്. ജനുവരി 31 മുതൽ എന്ന് പറയുമ്പോൾ ജനുവരിയിൽ പിന്നെ ദിവസങ്ങളൊന്നും ബാക്കിയില്ല അല്ലേ? 31 മുതലാണ് പറയുന്നത്. അപ്പം നമുക്കിനി ഫെബ്രുവരി മുതലുള്ള ദിവസങ്ങൾ എണ്ണിയാൽ മതി. ഫെബ്രുവരിയിൽ ഇനി ബാക്കി എത്ര ദിവസം ഉണ്ടാവുക? ഫെബ്രുവരിയിൽ 28 ദിവസമാണ് ഉണ്ടാവുക. ലീപ്പ് ഇയർ ആണെങ്കിൽ മാത്രം എന്തായിരിക്കും? 29 ദിവസമായിരിക്കും. 2019 എന്ന് പറയുന്ന വർഷം ലീപ്പ് ഇയർ അല്ല, അതുകൊണ്ട് ഫെബ്രുവരിയിൽ 28 ദിവസമാണ് ഉണ്ടാവുക. ഇനി മാർച്ച്, ഫെബ്രുവരി കഴിഞ്ഞാൽ ഇനി മാർച്ചാണ് അടുത്തുള്ളത്. മാർച്ചിൽ എത്ര ദിവസം ഉണ്ട്? മാർച്ച് 1 വരെയുള്ള ദിവസം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ മാർച്ചിൽ ബാക്കി ഒരൊറ്റ ദിവസമേ ഉള്ളൂ. ആ ഒരു ദിവസം വരെയുള്ളത് കണ്ടെത്തിയാൽ മതി. ഇനി എന്ത് ചെയ്താൽ മതി? നമ്മൾ ഇവരെ ഒന്ന് ആഡ് ചെയ്യുക. 28ഉം 1ഉം എത്രയാണ് വരുന്നത്? 29. ഇനി 29ൽ എത്ര ഒറ്റ ദിവസം ഉണ്ടെന്ന് കണ്ടെത്തിയാൽ മതി. എന്താണ് ഈ ഒറ്റ ദിവസം എന്ന് പറഞ്ഞാൽ? 29നെ 7 കൊണ്ട് ഹരിക്കുക. എന്നിട്ട് എത്രയാണോ ശിഷ്ടം വരുന്നത് നോക്കുക. അപ്പോൾ നമുക്കിവിടെ 4 7 28 അല്ലേ? അപ്പോൾ ശിഷ്ടം എത്ര കിട്ടും? 1. ഇങ്ങനെ ശിഷ്ടം വരുന്ന ഈ 1നെ തന്നിരിക്കുന്ന ആഴ്ചയുടെ കൂടെ കൂട്ടിയാൽ മതി. അതായത് വ്യാഴം +1 എത്രയാ വരിക? വെള്ളി. സോ നമ്മുടെ ആൻസർ എന്തായിരിക്കും? 2019 മാർച്ച് 1 എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയായിരിക്കും. ക്ലിയർ ആയോ? അപ്പോൾ ഇങ്ങനെ കലണ്ടറിൻ്റെ ക്വസ്റ്റ്യൻ വന്നാലും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനേ വരുള്ളൂ. അപ്പോൾ ക്ലോക്കും കലണ്ടറും ഒക്കെ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. ഇതെല്ലാം പഠിച്ചിട്ട് പോകണം. സോ നമ്മൾ ഇന്ന് 12 ചോദ്യമാണ് പല വർഷങ്ങളിലായിട്ട് ചോദിച്ച ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ള 12 ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അപ്പോൾ ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ കേറ്റഡ് എക്സാമിന്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.